ക്രിസ്തീയ ഒരു വിശ്വാസ ജീവിത യാത്രയാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമായ സ്വർഗീയ യെരുശലേമിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു ആത്മീയ യാത്ര. ഈ വിശ്വാസ ജീവിത യാത്രയിൽ പ്രതിസന്ധികൾ മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുന്ന അനേകം സാഹചര്യങ്ങളും കടന്നു വരുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ നാം അനേകം കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യം അവകാശമാക്കേണ്ടതാണ്. ഇതിനെ ആസ്പദമാക്കി ദുബായ് ബദേൽ IPC സൺഡേ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരു ലഘു ചിത്രീകരണം. അതെ 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 എ സ്പിരിച്വൽ ജേർണി ടു ന്യൂ ജെറുസലേം. ക്രിസ്തുവിന്റെ നിന്നയെ സമ്പത്തെന്നുന്നതാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതയാത്ര. മധ്യവയസ്കനും ധനഗംഭീരശാലിയുമായ ഫിലിപ്പോസ് അച്ചായനും ഭാര്യ സാറാമയും ആ ദേശത്തെ പ്രമുഖ കുടുംബത്തിലെ അംഗങ്ങളാണ്. പാരമ്പര്യ സാമുദായിക സുറിയാനി ക്രിസ്ത്യാനികളായ ഇവർ സഭയിലും ദേശത്തും അറിയപ്പെടുന്നവരാണ്. തോമസ് കുട്ടി നമ്മുടെ കഥാനായകൻ. ഇവരുടെ ഏക വാത്സല്യപുത്രനും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ജനനം 1984 ജനുവരി 1. ജോലി കൃഷി. ഭാര്യ കുഞ്ഞമ്മണി. മക്കൾ ലില്ലിക്കുട്ടി, മോളിക്കുട്ടി, കൊച്ചിലീല. ഇതാണ് കഥയിലെ കുടുംബ പശ്ചാത്തലം. ധാരാളം ഏക്കർ ഭൂമിയുള്ള അവരുടെ കൃഷി സ്ഥലത്ത് രാവിലെ തന്നെ തോമസ് കുട്ടി എത്തിയിരിക്കും. അതുപോലെ തിരിച്ച് വീട്ടിലോട്ടുള്ള വൈകിയ യാത്രയിൽ അപചാരിതമായിട്ടാണ് തന്റെ സഹപാഠിയും ഇപ്പോൾ ഉപദേശിയുമായിരിക്കുന്ന കുഞ്ഞുമോൻ ഉപദേശിയെ കാണുന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച അവരിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാക്കി. സമയമോ സാഹചര്യമോ കുടുംബ മഹിമയോ ഒന്നും നോക്കാതെ ഏത് സാഹചര്യത്തിലും കിട്ടുന്ന വ്യക്തിയോട് സുവിശേഷമറിയിക്കുന്ന മനോഭാവം കുഞ്ഞുമോൻ ഉപദേശിയിലുണ്ടായിരുന്നു. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് തോമസ് കുട്ടിയെ കണ്ടപ്പോൾ സുവിശേഷത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തളച്ചു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: എടാ തോമസ് കുട്ടി, വചനം ഇപ്രകാരം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലെത്തണം. തോമസ് കുട്ടി മറുപടി ഒന്നും പറയാതെ ഒരു ചെറു പുഞ്ചിരിയോടെ അവിടെ നിന്നും മടങ്ങി. എന്നാൽ പിന്നീടുള്ള പല ദിവസങ്ങളിലും കുഞ്ഞുമോൻ ഉപദേശി തോമസ് കുട്ടിയോട് ദൈവവചന സത്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. രാത്രിയിലെ കുടുംബ പ്രാർത്ഥനകളിലും മറ്റും തോമസ് കുട്ടിയുടെ ഹൃദയത്തിലൂടെ ഉപദേശിയുടെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. തന്റെ പ്രിയ സഹധർമ്മിണിയോട് ഈ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. വളരെ ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ട കുഞ്ഞമ്മണിക്ക് വളരെ സന്തോഷമുണ്ടാകുകയും താമസിക്കാതെ ഇരുവരും ആരും അറിയാതെ കുഞ്ഞുമോൻ ഉപദേശിയുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ഈ വാർത്ത നിമിഷ നേരത്തിനുള്ളിൽ അവരുടെ ദേശമെങ്ങും അറിഞ്ഞു. അറിഞ്ഞില്ലേ നമ്മുടെ ഫിലിപ്പോസ് അച്ചായന്റെ മകൻ തോമസ് കുട്ടിയും ഭാര്യ കുഞ്ഞമ്മണിയെ സ്നാനപ്പെട്ടെന്ന്. നാട്ടിൽ പാട്ടായ കാര്യം വീട്ടിലും നിമിഷ നേരം കൊണ്ടറിഞ്ഞു. ഫിലിപ്പോസ് അച്ചായൻ കലി കൊണ്ട് തുള്ളി. സമാധാനിപ്പിക്കാൻ സാറാമ്മ ശ്രമിച്ചപ്പോഴും അവരോട് അദ്ദേഹം കയർത്തു. അവർക്ക് ദേഷ്യവും സങ്കടവും അടക്കുവാൻ കഴിഞ്ഞില്ല. കുടുംബത്തിലെ ഏക സന്താനം, കുടുംബപ്പേര് നിലനിർത്തേണ്ടവൻ എല്ലാം നശിപ്പിച്ചു. വീട്ടുകാരും ബന്ധുക്കാരും കൂടി വന്നു.
അന്നത്തെ രാത്രിയിലെ പ്രാർത്ഥനാ മീറ്റിംഗ് കഴിഞ്ഞ് പാർട്ടും പതിനും വന്ന തോമസ് ഒപ്പം കണ്ടത് ബലിതുള്ളി നിൽക്കുന്ന അപ്പനെയും അമ്മച്ചിയെയും ബന്ധുക്കളെയുമാണ്. ശബ്ദനായി അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയ തോമസ് കുടുംബത്തെയും തടഞ്ഞുകൊണ്ട് ഫിലിപ്പോസ് അച്ചായൻ ആക്രോശിച്ചു. കയറി പോകരുതകത്ത്. നീയും നിന്റെ ഭാര്യയും കുട്ടികളും ഒരു നിമിഷം എവിടെ നിൽക്കരുത്. ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഇവിടെ നിനക്കൊരു സ്ഥാനവുമില്ല. ഒരു സെന്റ് ഭൂമി നിനക്ക് ഞാൻ തരില്ല. നീ എന്റെ മകനല്ല. ഇനിയും എനിക്കിങ്ങനെ ഒരു മകനില്ല. ഇത് കേട്ട കുഞ്ഞമ്മണിയും കുഞ്ഞുങ്ങളും പേടിച്ചരണ്ടു. ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കാതെയുള്ള അപ്പന്റെ വികാരം തോമസ് കുട്ടിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ കൈപിടിച്ചുകൊണ്ടിറങ്ങി പെട്ടെന്ന് ആ പാട്ട് അദ്ദേഹത്തിന്റെ സ്മൃതിമണ്ഡലത്തിലേക്ക് എത്തി. അദ്ദേഹം ഇപ്രകാരം പാടി: പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട, ദൈവജനത്തിന്റെ കഷ്ടം മതി. മിസ്രൈം നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിൻ നിന്നയെ സമ്പത്തെന്നെണ്ണുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? തന്റെ കുഞ്ഞുങ്ങളുടെ തലയിൽ തലോടിക്കൊണ്ട് സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട്. രാത്രി 8 മണി. എങ്ങോട്ട് പോകണം? തല ചായ്ക്കാൻ ഒരിടം വേണം. കുഞ്ഞുങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം തന്റെ പോക്കറ്റ് തപ്പി നോക്കി. ആകെ 75 രൂപ മാത്രം. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു തീവണ്ടി അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നറിഞ്ഞ് ഒട്ടും മടിക്കാതെ ടിക്കറ്റ് എടുത്ത് ആ വണ്ടിക്കുള്ളിൽ കയറി യാത്ര ആരംഭിച്ചു. കുഞ്ഞുങ്ങൾ വാടി തളർന്നിരുന്നു. കുഞ്ഞമ്മണിയുടെ മുഖത്ത് ഭയത്തിന്റെ നിഴൽ കാണാമായിരുന്നു. കുഞ്ഞമ്മണി ശാന്തസ്വരത്തിൽ തോമസ് കുട്ടിയോട് ചോദിച്ചു: നമ്മൾ എങ്ങോട്ടാണ് ഈ കുഞ്ഞുങ്ങളുമായി പോകുന്നത്? ഒട്ടും സംശയം കൂടാതെ അദ്ദേഹം അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: അന്യദേശത്ത് പരദേശിയായി മന്നീരെ കൂടാരവാസികളായി ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തു വസിക്കുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭർത്താവിന്റെ പ്രത്യാശ നിർഭരമായ വാക്കുകേട്ട് അവർക്ക് സമാധാനവും ബലവും ഹൃദയത്തിനുണ്ടായി. ആ തീവണ്ടി യാത്രയുടെ അവസാനം തമിഴ്നാട്ടിലെ നാഗർകോവിലായിരുന്നു. ട്രെയിനിൽ നിന്നിറങ്ങിയ തോമസ് കുട്ടി ഇനി എങ്ങോട്ടെന്ന് അല്പം ചഞ്ചലചിത്തനായി. പല ദിശകളിലേക്ക് കണ്ണുകൾ പായിച്ചു. പെട്ടെന്ന് തന്റെ ഭക്തന് വേണ്ടിയുള്ളത് തനിക്ക് ദൃശ്യമായി. തന്റെ മറ്റൊരു സഹപാഠിയായിരുന്ന പ്രിയ അവറാച്ചനും ഭാര്യയും അവിടെ നിൽക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷത്താൽ നിറ കണ്ണുകൾ തുടച്ചുകൊണ്ട്. നിമിഷ നേരത്തിനുള്ളിൽ സുഹൃത്ബന്ധം പുതുക്കുകയും തന്റെ സാഹചര്യം അറിയിക്കുകയും ചെയ്തു. നല്ലൊരു ദൈവഭക്തനായിരുന്ന ആ സുഹൃത്തും കുടുംബവും അവരെ അവരുടെ വീട്ടിൽ കൈക്കൊണ്ടു. പിറ്റേന്ന് തന്നെ ചെറിയൊരു ഭവനം അവർക്ക് തരപ്പെടുത്തി കൊടുക്കുകയും കൂടെ അല്പം ധനസഹായം ചെയ്യുകയും ചെയ്തു. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച ദൈവഭക്തനോട് ദൈവം പറഞ്ഞു: മകനെ, ഈ ദേശത്ത് എന്റെ വേല ചെയ്യുക. തമിഴ് ഭാഷ വശമില്ലാത്ത തോമസ് കുട്ടി വേഗത്തിൽ കിട്ടുന്ന ചെറിയ ജോലി ചെയ്തുകൊണ്ട് ഭാഷ പഠിക്കുകയും സുവിശേഷ വേലയ്ക്ക് ഒരുങ്ങുകയും ചെയ്തു. തന്റെ വചന പ്രസംഗത്തിലൂടെ ചിലർ രക്ഷിക്കപ്പെടുകയും തന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന കൂടിവരവ് ആരംഭിക്കുകയും ചെയ്തു.
എന്നാൽ സുവിശേഷ വിരോധികൾക്ക് അതൊട്ടും സഹിച്ചില്ല. അവർ കുടുംബത്തോട് വളരെ ദ്രോഹം ചെയ്തു. ആകെയുള്ള അവരുടെ നന്മകൾ നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞു: ഈ ദേശത്ത് ഞാൻ കണ്ടുപോകരുത്. മനുഷ്യനെ തെറ്റിക്കുവാൻ വന്നിരിക്കുന്നു. ഇനിയും പ്രസംഗിച്ചാൽ നിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി. അർദ്ധരാത്രിയിൽ ഉറങ്ങാതെ പേടിച്ചരണ്ടിരുന്ന കുഞ്ഞുങ്ങളെയും കുഞ്ഞമ്മണിയുടെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒട്ടും ഭയമില്ലാതെ അദ്ദേഹം പ്രകാരം പാടി: കഷ്ടതയാകും കാടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകിൽ ഒട്ടും ഭയമെന്നെ അർദ്ധരാത്രിയാതിൽ സന്തുഷ്ടരായ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അന്ന് രാത്രിയിൽ സുവിശേഷ വിരോധികളിൽ ഒരാൾ പാമ്പ് കടിയേറ്റ് അത്യാസന്ന നിലയിലായി. അടുത്തൊന്നും വൈദ്യന്മാരോ ആശുപത്രിയോ ഇല്ലാതിരുന്നതിനാൽ അവർ വലിയ വിഷമത്തിലായി. നമ്മൾ ആ പാപം ഉപദേശിയെ ആക്രമിച്ചതിനുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ്. വേഗം നമുക്ക് ആ ഉപദേശിയെ കണ്ട് മാപ്പ് പറയാം. നേരം വെളുത്തപ്പോൾ ഇന്നലെ രാത്രിയിൽ പാമ്പ് കടിയേറ്റ് മരിക്കാറായി കിടക്കുന്ന ഒരു സുവിശേഷ വിരോധിയും തന്റെ കുടുംബക്കാരും കൂട്ടുകാരും തോമസ് കുട്ടിയുടെ വീട്ടിൽ കടന്നു വന്നു. അയ്യാ, ഞങ്ങളെ കാപ്പാക്കണേ, മன்னிച്ചിടണേ, ജപം പന്നി ഇന്നയാളെ ഗുണമാക്കണേ എന്ന് അദ്ദേഹത്തോട് കെഞ്ചി. ഒട്ടും പക, പിണക്കം, കയ്പ് ഒന്നും വെച്ചു പുലർത്താതെ അദ്ദേഹം ആ സുവിശേഷ വിരോധിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് അതിശയം കൂറുമാറ് പെട്ടെന്ന് തന്നെ വിഷമാതം മാറി ആ സഹോദരൻ സൗഖ്യം പ്രാപിച്ചു. തോമസ് കുട്ടി അവിടെ നിൽക്കുന്നവരോടായി പറഞ്ഞു: ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിങ്ങൾ ദൈവത്തിന് പുകഴ്ച കൊടുക്കുക. ഇത് ആ ദേശത്തെങ്ങും അത്ഭുതത്തിനിടയായി. ജനങ്ങൾ സൗഖ്യത്തിനായും വിടുതലിനായും തോമസ് കുട്ടിയുടെ ഭവനത്തിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാൻ ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. ഒരു ദിവസം വയോവൃദ്ധനായ ഒരു മനുഷ്യൻ വിശന്നുകൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് വന്നു. ആകെപ്പാടെ കുഞ്ഞുങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കാനുള്ള അല്പം ഭക്ഷണം മാത്രം. എന്ത് ചെയ്യുമെന്നറിയാതെ കുഞ്ഞമ്മണി അല്പം പരുങ്ങി. എന്നാൽ അദ്ദേഹം കുഞ്ഞമ്മണിയെ വിളിച്ച് രഹസ്യത്തിൽ പറഞ്ഞു: കുഞ്ഞമ്മണി, ആഹാരമെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുക. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതിക്കൊള്ളും. കേട്ട മാത്രയിൽ തന്നെ കുഞ്ഞമ്മണി സന്തോഷത്തോടെ ആഹാരം കൊടുത്തു. നിറഞ്ഞ സംതൃപ്തിയോടെ ആ വൃദ്ധൻ അവിടെ നിന്നും യാത്ര പറഞ്ഞു. രാത്രിയിൽ കുഞ്ഞുങ്ങളെ മടിയിൽ കിടത്തിക്കൊണ്ട് ഇപ്രകാരം സ്തോത്രം ചെയ്തുകൊണ്ട് പാടി: ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ദാനത്തിനൊത്ത് തീർത്തു തരുന്നോരു നമ്മുടെ ദേവന് സ്തോത്രം പാടിടുവിൻ. ഹല്ലേലൂയ, ആമേൻ.
ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അതിരാവിലെ തന്നെ തോമസ് കുട്ടി തന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി. ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. തിന്മയൊന്നും തന്റെ വായിൽ നിന്ന് വന്നില്ല. പെട്ടെന്നാണ് തന്റെ ദൃഷ്ടിയിൽ ഒരു കാറ് കിടക്കുന്നത് കണ്ടത്. ആ കാറിൽ നിന്നും ഒരു സഹോദരിയും സഹോദരനും കയ്യിൽ കുറച്ച് സാധനങ്ങളുമായി തന്റെ ഭവനത്തിലേക്ക് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന തോമസ് കുട്ടിയോട് അവർ പറഞ്ഞു, ഇന്നലെ രാത്രി മുതൽ തങ്ങളോട് ദൈവാത്മാവ് പറയുന്നു ഈ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയെന്ന്. അങ്ങനെയാണ് അതിരാവിലെ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഒട്ടും ശങ്കിക്കേണ്ട, ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സാധനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് വേഗത്തിൽ മടങ്ങിപ്പോയി. അറിയാതെ തോമസ് കുട്ടി വിതുമ്പിപ്പൊട്ടി തന്റെ നിറകണ്ണുകൾ തുടച്ചുകൊണ്ട് ഇപ്രകാരം പാടി: യാമങ്ങളും വൻതീരയിൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും കാടൽ മീതെ നാലാം യാമത്തിലും ഉറ്റ സഖിയാവൻ വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുകൊണ്ടിരുന്നു. തന്റെ വിശ്വാസയാത്രയിൽ താൻ അറിയാതെ തന്നെ തനിക്ക് ദൈവം കൊടുത്ത അനുഭവങ്ങളിലൂടെ വിശ്വാസം ഉറപ്പിക്കുകയും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ താൻ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ തന്റെ വാത്സല്യ പിതാവ് രോഗശയ്യയിലായിരിക്കുന്ന വിവരമറിഞ്ഞത്. തൽക്ഷണം തോമസ് കുട്ടി ഉപദേശി തന്റെ കുടുംബമായി നാട്ടിലെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. തന്നെ കണ്ട മാത്രയിൽ തന്നെ സ്നേഹനിധിയായ അമ്മ മോനെ തോമസ് കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നമ്മുടെ അപ്പച്ചൻ ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ചു, തീരെ വയ്യ, ക്ഷമത്തോടെ പറഞ്ഞു. തന്റെ അപ്പച്ചന്റെ ക്ഷീണാവസ്ഥ കണ്ടപ്പോൾ തോമസ് കുട്ടിക്ക് സങ്കടം സഹിക്കാനായില്ല. അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ട് സമീപത്തേക്ക് വന്ന തോമസ് കുട്ടിയെ കണ്ടപ്പോൾ ഫിലിപ്പോസ് അച്ചായന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. തോമസ് കുട്ടി ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പച്ചന് ഒന്നും സംഭവിക്കുകയില്ല, ഞാൻ സേവിക്കുന്ന കർത്താവ് അപ്പച്ചനെ വിടുവിക്കും, യേശുക്രിസ്തു അപ്പച്ചനെ പൂർണ്ണമായി സൗഖ്യമാക്കുമെന്ന് അപ്പച്ചൻ വിശ്വസിക്കുന്നുണ്ടോ? തോമസ് കുട്ടിയെ പറ്റി ദൈവം അത്ഭുതകരമായി നടത്തി എന്നുള്ളത് മറ്റുള്ളവരിൽ കൂടെ മുമ്പേ അറിഞ്ഞിരുന്ന അപ്പച്ചൻ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടെങ്കിലും മകന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, മോൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അപ്പച്ചൻ ആവശ്യപ്പെട്ടു. ഒട്ടും മടിക്കാതെ തോമസ് കുട്ടി അവരുടെ നടുവിൽ മുട്ടുകുത്തി ദൈവത്തോട് കരഞ്ഞു. ആ കണ്ണുനീരിൽ കുതിർന്ന ദൈവദാസന്റെ പ്രാർത്ഥനയിൽ അപ്പച്ചന്റെ ശരീരത്തിൽ ദൈവീക സ്പർശനം അനുഭവിച്ചു. പെട്ടെന്ന് ദൈവത്തിന്റെ ശക്തി അദ്ദേഹം അനുഭവിക്കുകയും ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അനുഭവിച്ചറിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഡാ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കേ. എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്നിരുന്ന അച്ചായൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവർ തമ്മിൽ സ്നേഹനിർഭരമായ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വലിയ വ്യത്യാസം അനുഭവപ്പെടുന്നു. യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കി. എന്തെന്നില്ലാത്ത ആനന്ദം അമ്മച്ചിക്കും അവിടെ നിന്ന് എല്ലാവർക്കും ഉണ്ടായി. മോനെ,
എനിക്ക് തെറ്റുപറ്റി. നീ തിരഞ്ഞെടുത്ത മാർഗമാണടാ ശരി. ഇനി കർത്താവ് ആയുസ് തരുന്നെങ്കിൽ ഞാനും ഈ രക്ഷിതാവായ കർത്താവിന്റെ മകനായി ജീവിക്കും. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട സാറാമ്മ അമ്മച്ചിയും വീട്ടുകാരും ഒരുപോലെ പറഞ്ഞു, ഞങ്ങൾ ഈ മാർഗം തന്നെ സ്വീകരിക്കുന്നുവെന്ന്. സന്തോഷമുള്ളിൽ അടക്കിയ ഉപദേശി സർവമഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്ന് ആ കുടുംബം മുഴുവൻ രക്ഷാനിർണയം പ്രാപിച്ച് ദൈവമക്കളാകുകയും ചെയ്തു. വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ തോമസ് കുട്ടി പ്രശസ്തനായ ഒരു സുവിശേഷകനാണ്. സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ട് തന്റെ ജീവിതം ചെയ്യുന്ന ഒരു സത്യ സുവിശേഷകൻ. അന്നന്ന് അവൻ നൽകും മന്നയും തൃപ്തരായി അക്കരെ വാഗ്ദത്ത നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഈ സുവിശേഷകന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ഈ സാങ്കല്പിക കഥ ശ്രവിച്ച പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ കഥയുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ? സുഖകരമായി വിശ്വാസ ജീവിതം ചെയ്യുന്ന ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് എത്രമാത്രം ഏകീഭവിച്ചിട്ടുണ്ടോ? ക്ഷമിപ്പാനും സഹിപ്പാനും സ്നേഹിപ്പാനും കൊടുപ്പാനും നമുക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്? സ്വർഗീയ യെരുശലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ സിയോൻ യാത്രയിൽ ജഡത്തിന്റെ പ്രവൃത്തികളായ കോപം, ക്രോധം, പിണക്കം, അസൂയ, അത്യാഗ്രഹം ഇവയെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ നാം അന്യരും പരദേശികളുമാണെന്നുള്ള തികച്ച ബോധ്യത്തോടെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാം. ഈ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.